വിദ്യാലയങ്ങളിൽ റാഗിംഗ് ക്രൂരതകൾ വർദ്ധിക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നായിരുന്നു ഇന്നത്തെ നമ്മുടെ ചോദ്യം. നമുക്ക് തെരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ കാണാം. റാഗിംഗ് ക്രൂരതകൾ വിദ്യാലയങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പ്രധാന കാരണം ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിയമ സംവിധാനം കേരളത്തിലില്ല. വിദ്യാഭ്യാസ വകുപ്പ് ഇതിനുവേണ്ടി ശക്തമായ ഒരു നിയമം കൊണ്ടുവരികയും ആ നിയമം കർശനമായി പാലിക്കുകയും ചെയ്യുക. കൂടാതെ സ്കൂൾ അധ്യയന ആരംഭ ദിവസങ്ങളിൽ കുട്ടികളെയും മാതാപിതാക്കളെയും ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി പറഞ്ഞ് മനസ്സിലാക്കുകയും അതിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം അവരെ കൊണ്ട് അത് എഴുതി ഒപ്പിടിച്ച് വാങ്ങിക്കുകയും ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബോധവാന്മാരാക്കിയിട്ട് വേണം അവർക്ക് സ്കൂളുകളിൽ അഡ്മിഷൻ നൽകുവാനായിട്ട്. ഇത് പാലിക്കാത്ത കുട്ടികളെ നിയമ നടപടികൾക്ക് വിധേയരാക്കണം. അവരുടെ മാതാപിതാക്കളെയും പ്രതി ചേർക്കണം. കർശനമായ നിയമം കൊണ്ടുവരണം സർക്കാർ. അല്ലാത്ത പക്ഷം ഇനിയും വളരെയധികം റാഗിംഗ് ക്രൂരതകൾ കേരളത്തിൽ വർദ്ധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി നശിച്ചു പോവുകയും ചെയ്യും. നമ്മളെ കൊണ്ട് ഇപ്പം എന്തെങ്കിലും പൊതുവായിട്ട് ചെയ്യിപ്പിക്കണേ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇപ്പം പ്രശ്നകരമാണത്. ഇപ്പം എന്തെങ്കിലും പേര് വയ്ക്കണേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് പ്രശ്നമില്ല. വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ടാകുന്ന ഇപ്പോഴത്തെ ഈ റാഗിംഗ് സിസ്റ്റം പണ്ടും നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം തന്നെയാണ്. എന്നിരുന്നാലും ഇപ്പോൾ അതൊരു വലിയൊരു ഫാഷനായി മാറ്റി കുട്ടികൾ അതിക്രൂരമായിട്ട് പീഡനങ്ങൾ ഉണ്ടാക്കുകയും കലാലയങ്ങളെ കൊലപാതകങ്ങളിലേക്ക് എത്തിക്കാനും കുട്ടികളിൽ ഭീതി വളർത്താനൊക്കെ പ്രവണത കൂടി വരികയാണ്. ഇതിന് ഒരു അവലോകനം എന്ന നിലയിൽ വിദ്യാഭ്യാസ വകുപ്പ് കേസെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കുട്ടികളിൽ അത് പ്രവണത കൂടി വരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് അതിന് കൂടുതൽ ആഴമേറിയ ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ടത് കാലഘട്ടത്തിന് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ അത് ബോധവൽക്കരിക്കുകയും അതിന് വേണ്ട നടപടികൾ വിദ്യാലയങ്ങളിൽ അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും ഒരുമിച്ചൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്.